പൊതു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കളിക്കുന്ന രാഷ്ട്രീയ ഗിമ്മിക്കല്ലാതെ മാസപ്പടി കേസിൽ നിന്നോ കരുവന്നൂരിൽ നിന്നോ ബി.ജെ.പിക്ക് മൈലേജ് ഉണ്ടാക്കാനാവില്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു നറേറ്റീവ് ഇടതുമുന്നണി സൃഷ്ടിച്ചെടുത്തിരിക്കുന്നു. ഈ നറേറ്റീവ് ക്ലച്ച് പിടിക്കുമോ? അസ്കറിനെ പോലുള്ളവർ ഇപ്പോഴും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും താറടിക്കാനുള്ള ഒരു ആയുധം ആക്കി ഇ.ഡിയെ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ കേരളത്തിൽ 26-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് എന്തൊക്കെയോ നടക്കുന്നു എന്ന് കാണിക്കാനുള്ള ഒരു വ്യഗ്രത മാത്രമായി ഇതിനെ കണ്ടാൽ മതി. ഇത് ക്ലച്ച് പിടിക്കുമോ ഈ ഒരു നറേറ്റീവ്? മുഖ്യമന്ത്രിക്കും ഇടതുമുന്നണിക്കും ഭാസ്കർ സാർ അടക്കമുള്ള ആളുകൾക്ക് ഇതിനെ ഇങ്ങനെ തന്നെ ന്യായീകരിക്കാനല്ലേ സാധിക്കുകയുള്ളൂ. കാരണം എന്താണ്, ന്യായീകരണം തന്നെയാണല്ലോ അവരുടെ പ്രധാനപ്പെട്ട ഒരു തൊഴിൽ. അതിപ്പോ കരുവന്നൂർ കേസായിക്കോട്ടെ, ഇ.ഡി അന്വേഷിക്കുന്ന സ്വർണ്ണക്കടത്തായിക്കോട്ടെ, ഏറ്റവും അടുത്തുള്ള വീണ വിജയന്റെ എക്സാലോജിക് ആയിക്കോട്ടെ, ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ക്യാപ്സൂളുകൾ പലതും നമ്മൾ കേട്ടു. പക്ഷെ നമ്മളിത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും സുപ്രധാനവും അതോടൊപ്പം തന്നെ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും ക്രമാനുഗതമായിട്ട് നടക്കുന്ന അന്വേഷണമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്, ബി.ജെ.പി ഇതിനെ കാണുന്നത്. കാരണം ഇതിന്റെ ഓരോ ഘട്ടവും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഓരോ ഘട്ടത്തിലും ഇപ്പൊ നമ്മൾ ഇന്റർവെൻഷൻ സെറ്റിൽമെന്റ് ബോർഡ് ആയിക്കോട്ടെ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, ഇ.ഡി ആയിക്കോട്ടെ, SFI ആയിക്കോട്ടെ, ഓരോ വരവിലും കൃത്യമായിട്ടുള്ള ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കൊന്ന് ഈ വീണ വിജയന്റെ ഒരു 1.72 കോടി വിഷയം മാത്രമല്ല, ഈ രാജ്യത്ത് നടക്കുന്ന വലിയൊരു തീവെട്ടിക്കൊള്ള, പ്രത്യേകിച്ച് കേരളത്തിന്റെ പരിസ്ഥിതിയെ ചൂഷണം ചെയ്തുകൊണ്ട് KMRL എന്ന് പറയുന്ന കമ്പനിക്ക് ഒത്താശ പാടുന്ന ഇടതു വലതു മുന്നണികൾ 50,000 കോടി രൂപയുടെ അഴിമതിയാണ് ഇതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ 50,000 കോടിയുടെ അഴിമതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിന് നഷ്ടമായിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ അഴിമതിയുടെ കണക്കുകൾ ഓരോന്നായിട്ട് വരുന്ന സമയത്ത്, ചുരുളഴിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഏതൊക്കെ രീതിയിലാണ്, ആരൊക്കെയാണ് പണം പങ്കുപറ്റിയിട്ടുള്ളത്, അതിനാരൊക്കെയാണ് കൂട്ടുനിന്നിട്ടുള്ളത്, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന് മുഖ്യമന്ത്രിയുടെ മകൾ നേരിട്ട് ഈ ഒരു പറയുന്ന കൃത്യത്തിൽ പങ്കാളിയായിരിക്കുന്നു. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ നമുക്കറിയാം, മുൻപ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, SFI എന്ന് പറയുന്ന അന്വേഷണ ഏജൻസി ഏതെങ്കിലും ഒരു കേസിനകത്ത് കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് അന്വേഷണം ആരംഭിക്കാറില്ല. ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ഡിജിറ്റൽ തെളിവുകളെ പോലും ശാസ്ത്രീയമായി അന്വേഷിച്ച് കണ്ടെത്തുന്ന ഏജൻസിയാണ്. അപ്പൊ അതിനർത്ഥം ഇവിടെ നടന്നിട്ടുള്ളത് സാധാരണ ഏജൻസികളെയൊക്കെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യത ഇവർ പറഞ്ഞ 2 കമ്പനികൾ തമ്മിൽ ഇടപാട് മാത്രമല്ല, ഇതിനകത്ത് സ്വാഭാവികമായിട്ട് ഒരു കമ്പനിയിൽ നിന്നാണ് 1.72 ലക്ഷം കോടിയെങ്കിൽ സ്വാഭാവികമായിട്ട് SFI നടത്തിയ കഴിഞ്ഞ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ട് അന്വേഷണവുമായി ബന്ധപ്പെട്ട് 8ഓളം കമ്പനികളിൽ നിന്ന് പണം പറ്റിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്ത്യയുടെ ഒരു ഫ്രോഡ് പണം സംവിധാനം വേറെ രീതിയിലേക്ക് മാറ്റുന്നു. കടലാസ് കമ്പനികളെ മുൻനിർത്തിക്കൊണ്ട് ഭരണകൂടങ്ങൾ ഇത്തരത്തിലുള്ള വൻകിട കമ്പനികളിൽ നിന്ന് പണം മേടിച്ചുകൊണ്ട് രാഷ്ട്രീയ ദല്ലാളന്മാരായി പ്രവർത്തിക്കുന്ന സാഹചര്യം ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. കേജ്രിവാളിന്റെ കേസായിക്കോട്ടെ, വീണ വിജയന്റെ കേസായിക്കോട്ടെ, ഇത് കൂട്ടി വായിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. ആ കുറ്റകൃത്യങ്ങളുടെ ചുരുളഴിയാനുള്ള ശ്രമം നടത്തുന്ന സമയത്ത് ഇപ്പൊ വീണ വിജയൻ ആയിക്കോട്ടെ, KSIDC ആയിക്കോട്ടെ, നമ്മളുടെ CMRL ആയിക്കോട്ടെ, ഇവർ ഇനി ഇന്ത്യ മഹാരാജ്യത്ത് പോകാൻ ഏത് കോടതിയാണുള്ളത്? ഇപ്പൊ ഇന്ന് ഹൈക്കോടതിയിലേക്ക് പോകുന്നു, ഡൽഹി കോടതിയിൽ പോകുന്നു. എന്തിനാണ് ഇവർ അന്വേഷണത്തെ ഭയക്കുന്നത്? നേരത്തെ തന്നെ ഷോൺ ജോർജ് പറഞ്ഞല്ലോ, അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശമില്ല, അന്വേഷണവുമായി സഹകരിക്കണം. അങ്ങനെ കുറ്റം ചെയ്യാത്ത ആളുകൾ, ഇവർ പറയുന്നത് മടിയിൽ കനമില്ലാത്ത ആളുകൾ അന്വേഷണ ഏജൻസിയിൽ എന്താണ് ഹാജരാകാത്തത്? ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പതിരാകല്ലോ. ഇപ്പൊ ശശിധരൻ കർത്ത മുൻപ് മൊഴി കൊടുത്തിട്ടുണ്ട്, കൃത്യമായി മൊഴി കൊടുത്തിട്ടുണ്ട്. വീണ വിജയന് പണം കൊടുത്തിട്ടുണ്ട്. സേവനം നൽകിയിട്ടുണ്ടോ? നൽകിയിട്ടില്ല. പിന്നെ എന്തിനു പണം കൊടുത്തു? ആ ചോദ്യം ഇപ്പോഴും ഉണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം ഇതുവരെ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ സേവനത്തിന്, നമ്മൾ സേവനത്തിനാണല്ലോ പണം, നൽകാത്ത സേവനത്തിന് പണം കൊടുക്കുന്നു എന്തിനു വേണ്ടി? അവിടെയാണ് ഈ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുന്നത്.